ഞാൻ ഏത് കാര്യമാണെങ്കിലും ശരി, ഏത് കാര്യം ഇന്നതെന്നല്ല ഞാൻ പറയുന്നത്. പാർട്ടിയിലുണ്ടാവുന്ന ഒരു പ്രശ്നം തെരുവിൽ വെച്ചല്ല ഞങ്ങൾ പരിഹരിക്കാറ്, പാർട്ടി അകത്താ പരിഹരിക്കുക. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഇപ്പോൾ മീഡിയ വണ്ണപ്പം ചേരുകയാണ്. ഇപ്പം പാലക്കാട് രാഷ്ട്രീയത്തിൽ ഇപ്പം PK ശശിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. ഇപ്പം ശശിയെ പോലുള്ള ഒരു നേതാവിനെ ചേർത്ത് നിർത്തേണ്ടതല്ലേ? അങ്ങനെ ഒരു വിവാദം ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടായിട്ട് അറിവില്ല. പത്രത്തിലൊക്കെ കണ്ടു. ഞങ്ങളുടെ പാർട്ടി റൂമിൽ അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി മെമ്പറാണ്, CITUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, പാർട്ടി ഏൽപ്പിച്ച KTDC ചെയർമാൻ എന്നുള്ള ചുമതല നിർവഹിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമാണ്. അല്ലാത്ത വിധത്തിലുള്ള ഒരു പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ ഇതുവരെ വന്നിട്ടില്ല. വരുമ്പോഴല്ലേ ഞങ്ങൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ഒരു പ്രശ്നം മുമ്പിൽ വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു പ്രകടനം മണ്ണാർക്കാട് നടന്നു. അതിൽ PK ശശിയെ കയ്യും കാലും വെട്ടുമെന്ന തരത്തിലൊക്കെ ഉള്ള പ്രകടനമൊക്കെ നടന്നിരുന്നു. അതായത് ഒരു ചർച്ചയും വേണ്ടാത്ത തരത്തിലേക്ക് പോവുകയാണ്. അതായത് പാർട്ടിയുടെ അകത്ത് അപൂർവം ചില സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് മുമ്പുണ്ടായിട്ടുണ്ട്, ഇനിയുണ്ടാവും. അങ്ങനെ പാർട്ടിയുടെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് തെരുവിലേക്ക് വലിച്ചഴിച്ച് പ്രശ്നം തെരുവിൽ പരിഹരിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കാലത്തെ രീതിയല്ല. ഞങ്ങളുടെ പാർട്ടിയിലുണ്ടാവുന്ന പ്രശ്നം ഞങ്ങൾ പാർട്ടിയിൽ തന്നെ പരിഹരിക്കുക. പാർട്ടിയുടെ മുമ്പിൽ ഒരു പ്രശ്നം വരുമ്പോൾ പാർട്ടി രീതിയിൽ അതിന്റെ തെറ്റ്, അതിന്റെ ശരി ഞങ്ങൾ പരിശോധിച്ച്, ഞങ്ങൾക്കൊരു പാർട്ടി സ്കെയിലുണ്ട് തെറ്റും ശരിയൊക്കെ പരിശോധിക്കാൻ. അത് വെച്ച് ഞങ്ങൾ പരിശോധിക്കും. എന്നിട്ട് ഇന്നത് തെറ്റ്, ഇന്നത് ശരിയെന്ന് പറഞ്ഞാൽ അതിൽ തീർപ്പാക്കും. അത് പാർട്ടിയുടെ തീരുമാനമായിട്ട് മാറും. ഇങ്ങനെ പാർട്ടിയുടെ അകത്താണ് ഞങ്ങൾ പാർട്ടിയിലുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത്. തെരുവിൽ പാർട്ടി പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല. അത് പാർട്ടി ഒരിക്കലും അനുവദിക്കാനും പോകുന്നില്ല. അതായത് ഇപ്പം PK ശശി വിഷയം പാർട്ടിയിൽ വന്നിട്ടില്ലേ? ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിന്റെ മുമ്പിൽ ഈ പ്രശ്നം വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. പത്രത്തിലൊക്കെ ഇങ്ങനെ ചിലരൊക്കെ എഴുതി. അത് പത്രത്തിൽ വരുന്നതൊന്നും ഞങ്ങളുടെ പാർട്ടിയുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളാവാറില്ല. പാർട്ടിയുടെ മുമ്പിൽ ആ പ്രശ്നം വരുമ്പോൾ അതിന് പാർട്ടി രീതിയിൽ പരിഹാരം ഉണ്ടാക്കും. ഈ PK ശശിക്കെതിരെ തെരുവിൽ നടന്ന ഈ പ്രകടനം അത് തെറ്റായി പോയി എന്നുള്ളതാണ്. ഞാൻ ഏത് കാര്യമാണെങ്കിലും ശരി, ഏത് കാര്യം ഇന്നതെന്നല്ല ഞാൻ പറയുന്നത്. പാർട്ടിയിലുണ്ടാവുന്ന ഒരു പ്രശ്നം തെരുവിൽ വെച്ചല്ല ഞങ്ങൾ പരിഹരിക്കാറ്, പാർട്ടി അകത്താ പരിഹരിക്കുക. അപ്പോൾ പാർട്ടിയുടെ അകത്ത് അതിന് പരിഹരിക്കാനുള്ള സംവിധാനവും അതിനുള്ള ശേഷിയും ഞങ്ങളുടെ പാർട്ടിക്കുണ്ട്. ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങളുടെ പാർട്ടിയുടെ സമ്പ്രദായം അതാണ്. അങ്ങനെയാണ് ഞങ്ങൾ പരിഹരിക്കുക. അതിനെ തെരുവിലേക്ക് വലിച്ചഴിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല, ഏത് സ്ഥലത്തായാലും. അത് പാർട്ടിയുടെ ഒരു തരത്തിലും പാർട്ടിയുടെ രീതിയല്ല. ഞങ്ങളുടെ പാർട്ടിയുടെ മുമ്പിൽ ആ പ്രശ്നം വരുമ്പോൾ പാർട്ടി പരിശോധിക്കുമ്പോൾ ഏത് തെറ്റ് ഏത് ശരിയെന്ന് വിലയിരുത്താനുള്ള രീതി സമ്പ്രദായങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്കുണ്ട്. അത് വെച്ച് ഞങ്ങൾ തെറ്റും ശരിയും വേർതിരിച്ച് തീരുമാനങ്ങൾ എടുക്കും. ഈ മുദ്രാവാക്യം വിളിച്ചത് കൈയും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടുമെന്നുള്ള ഈ ആശയപരമായ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളിലേക്ക് പോകുന്നത് ശരിയാണോ? പല ഘട്ടങ്ങളിലും അങ്ങനെ, പല സ്ഥലങ്ങളിലും അങ്ങനെ പാർട്ടിയുടെ ഭാഗങ്ങളിൽ നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് യുവജന വിഭാഗങ്ങളിൽ നോക്കി. ഞാൻ അതാ പറഞ്ഞത്, പാർട്ടിയുടെ അകത്തുണ്ടാവുന്ന പ്രശ്നം മൂന്നാമത്തെ തവണയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയണത്. പാർട്ടിയുടെ അകത്തുണ്ടാവുന്ന പ്രശ്നം പാർട്ടി രീതിയിൽ പാർട്ടിയുടെ അകത്താണ് ഞങ്ങൾ പരിഹരിക്കുക. തെരുവിലേക്ക് അത് വലിച്ചഴിക്കുന്നതും തെരുവിൽ പരിഹരിക്കാൻ ശ്രമിക്കുന്നതും കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്ന് ഞാൻ ഇപ്പോൾ മൂന്നാമത്തെ തവണ പറഞ്ഞു. അതായത് PK ശശി കോൺഗ്രസ് നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നു, അല്ലെങ്കിൽ അവരുമായി ചർച്ച നടത്താൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ PK ശശി പുറത്തേക്ക് പോകുന്നു എന്ന ധ്വനിയല്ലേ അതിനകത്ത് വരുന്നത്? വാർത്തകൾ വലതുപക്ഷ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട്. വലതുപക്ഷ മാധ്യമങ്ങൾ അങ്ങനെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും, പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും ആളുകൾ കിട്ടുമോ എന്നുള്ളത് അവർ പരിശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സംസ്ഥാനത്താകെ പൊതുവിൽ ഉയർന്ന കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അനുഭാവികളും ഉൾപ്പെടെ കൂട്ടത്തോടെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ പ്രതിഷേധിച്ച് ഞങ്ങളുടെ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സംസ്ഥാനത്താകെ അതിന്റെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ സംസ്ഥാനത്താകെ ഇപ്പോൾ പറയുന്നില്ല. പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു 6-7 മാസത്തിന്റെ ഉള്ളിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളാണ് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ഞങ്ങളുടെ പാർട്ടിയിൽ വന്നത്. ഒരു 6-7 മാസം മുമ്പ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴായിരുന്നു കോൺഗ്രസിന്റെ സ്റ്റേറ്റിൽ തന്നെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവായിരുന്ന ഡോക്ടർ സൈരിൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഞങ്ങളുടെ കൂടെ വന്നു. അധികം വൈകാതെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഷാനിബ് രാജിവെച്ച് ഞങ്ങളുടെ കൂടെ വന്നു. അദ്ദേഹം ഇപ്പോൾ DYFയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. ഒരാഴ്ച മുമ്പാണ് ഈ ജില്ലയിലെ കോട്ടായി പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്
കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹത്തിന്റെ അനുയായി വൃന്ദത്തോടു കൂടി ഞങ്ങളുടെ പാർട്ടി ചേർന്നു. രസകരമായിട്ടുള്ള കാര്യം, അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ആഫീസ് പൂട്ടിയ താക്കോലും കൊണ്ടാണ് വന്നത്. ഞങ്ങൾ പറഞ്ഞു പാർട്ടി ഓഫീസ് ഞങ്ങൾ ഏറ്റെടുക്കാറില്ല, ജനങ്ങളെ മാത്രമേ സ്വീകരിക്കാറുള്ളൂ. ഞങ്ങളുടെ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ ധാരാളം ആഫീസ് ജനങ്ങളെ സംഭാവന തന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാർട്ടി ഓഫീസ് മാത്രമേ ഞങ്ങൾക്ക് വേണ്ടൂ, വേറെ ഒരു പാർട്ടിയുടെ ആഫീസ് ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞാൽ താക്കോൽ ഞങ്ങൾ തിരിച്ചു കൊടുക്കുക ചെയ്തത്. അപ്പൊ ഇങ്ങനെ കോൺഗ്രസിന്റെ നേതാക്കന്മാര് പടലയായിട്ട് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരികയാണ്. അപ്പോ അവർ ഉപേക്ഷിച്ചു പോയിട്ടുള്ള കതർക്കുപ്പായങ്ങളൊക്കെ കോൺഗ്രസ് ആഫീസ് DCC ആഫീസ് കിടക്കുന്നുണ്ട്. ഈ കോൺഗ്രസ് നേതാക്കൾ ഉപേക്ഷിച്ചു പോയ കതർക്കുപ്പായങ്ങൾ, അതിലേതെങ്കിലും ഒരു കുപ്പായം ഞങ്ങളുടെ പാർട്ടിയിലെ ആൾക്കാർക്ക് ആർക്കെങ്കിലും പാകാവോ എന്ന് നോക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അത് അവരെന്താണെന്ന് ചെയ്തോട്ടെ, കോൺഗ്രസ്സുകാർ ഉപേക്ഷിച്ചു പോയ കോൺഗ്രസിന്റെ കതർക്കുപ്പായങ്ങൾ DCC ആഫീസിൽ കിടക്കുന്നത് അവരെന്താണെന്ന് ചെയ്തോട്ടെ. മുമ്പൊക്കെ ആണെന്ന് വെള്ളപ്പൊക്കക്കാർ വന്നിരുന്നു പഴയ കുപ്പായം കൊടുക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്, ഇപ്പൊ അവരും കാണുന്നില്ല. അതുകൊണ്ട് ആ കുപ്പായങ്ങളൊക്കെ എന്ത് ചെയ്യണം, കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും ഉപേക്ഷിച്ച് പോയ കതർ കുപ്പായങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് കോൺഗ്രസിന്റെ തലവേദനയാണ്. അത് ഞങ്ങളുടെ പാർട്ടിയിലെ ഒരാൾക്കും പാകാവുന്നതല്ല കുപ്പായങ്ങൾ. ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആവുന്നത് ഒരു ദിവസം കൊണ്ട് രാവിലെ ആവുന്നതല്ല. ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആവുന്നതിന് അതിന് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ദീർഘകാലത്തെ എക്സർസൈസ് ഉണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള ബോധ്യങ്ങളുണ്ട്, സംഘടനാപരമായിട്ടുള്ള പരിശീലനങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആവുന്നത്. ഒരു ദിവസം ഒരു കമ്മ്യൂണിസ്റ്റിന് വലതുപക്ഷമാവാൻ പറ്റില്ല. അത് ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. കോൺഗ്രസ് ഒരാൾക്ക് ഇടതുപക്ഷത്തേക്ക് വരാം, വളരെ പെട്ടെന്ന് വരാം. കാരണം അവർക്ക് അങ്ങനത്തെ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതകളോ രാഷ്ട്രീയമായിട്ടുള്ള ബോധ്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരാൾക്കൂട്ടാണ് കോൺഗ്രസ്. അതിൽ നിന്ന് ഞങ്ങളുടെ കൂടെ വരാം, ഞങ്ങൾ അവരെ പരിശീലിപ്പിച്ച് കമ്മ്യൂണിസ്റ്റാക്കും. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരന് ഒരു ദിവസം വലതുപക്ഷമാവാൻ പറ്റില്ല. അത് ഈ പാവങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ. അതായത് പി കെ ശശി പാർട്ടിക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത്. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാളെയും കോൺഗ്രസിന് കിട്ടില്ല, ഒറ്റയാളെയും കിട്ടില്ല. ശശി ഇപ്പോഴും പാർട്ടിക്കൊപ്പമാണ്, പാർട്ടിക്കൊപ്പം ഞങ്ങളുടെ പാർട്ടി മെമ്പറാണ് ശശി. പാർട്ടി അംഗങ്ങൾ നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു ട്രേഡ് യൂണിയൻ കേന്ദ്രമായിട്ടുള്ള CITUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ശശി. ഇപ്പോ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള KTDC ചെയർമാനാണ് ഇപ്പോഴും ശശി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് പാർട്ടിയുടെ അകത്ത് ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ പരിഹരിക്കും. അതായത് ശശിയുമായി ചർച്ച ചെയ്ത് പരിഹരിക്കും. ശശിയുമായിട്ടല്ല, പാർട്ടിയുടെ അകത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കും. പാർട്ടിയുടെ അകത്താണ് ഞങ്ങൾ പ്രശ്നം, ഏതാളുടെയും പ്രശ്നം ഞങ്ങൾ പാർട്ടിയുടെ അകത്താണ് ചർച്ച ചെയ്യാം. ഇതിനകത്ത് ശശിയോട് എന്തെങ്കിലും വിരോധമോ അല്ലെങ്കിൽ എതിർപ്പോ പാർട്ടിക്കകത്ത് അങ്ങനെ? പാർട്ടി പ്രശ്നങ്ങൾ ഞങ്ങൾ പാർട്ടിയുടെ അകത്താണ് ചർച്ച ചെയ്ത് പരിഹരിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ സ്നേഹിത. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാളെയും വലതുപക്ഷത്തേക്ക് കിട്ടില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് വലതുപക്ഷമാവാൻ പറ്റില്ല. അതായത് ഈ ശശിയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ശശിയോട് ഇനി ചർച്ച വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒറ്റയാളെയും വലതുപക്ഷത്തേക്ക് കിട്ടില്ല. ഒരാളുടെയും പിന്നാലെ നടന്നിട്ട് അവർ സമയം കളയണ്ട. എല്ലാ കാലത്തും ശശി ഇടതുപക്ഷത്തിനൊപ്പം തന്നെ ആയിരിക്കും CPM. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു മെമ്പറെയും ഒരു അനുഭാവിയെയും വലതുപക്ഷക്കാര് ചാക്കിട്ട് പിടിക്കാന്ന് വിചാരിക്കേണ്ട. കോൺഗ്രസുകാർ കൂട്ടത്തോടെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയാളെയും കിട്ടാൻ പോകുന്നില്ല, വെറും വ്യാമോഹം മാത്രമാണ്. തീർച്ചയായിട്ടും അത് തന്നെ. അതായത് പി കെ ശശി ആണെങ്കിൽ പോലും CPM-ൽ നിന്ന് ഒരാളെയും കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പി കെ ശശിയുമായി ബന്ധപ്പെട്ട വിഷയം പാർട്ടി ചർച്ച ചെയ്യുമെന്ന് കൂടി അദ്ദേഹം പറയുകയാണ്. അനുരൂപ് ജിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, പാലക്കാട്.